സാമ സാമ എന്താ ഇവിടെ ഇരിക്കണേ? എന്താ ഇവിടെ ഇരുന്നാല്? എന്താ അങ്ങോട്ട് വരാത്തെ? മൂടില്ല. ഞാൻ കാലത്ത് അങ്ങനെ പറഞ്ഞോണ്ടാ. നീ എന്താ പറഞ്ഞേ? ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ സങ്കടാവും. സങ്കടായാൽ സങ്കടം മാറ്റണം. സങ്കടം മാറ്റാൻ സോറി പറയണം. എന്ന് പറഞ്ഞോ. സോറി സാം. വാ. നീ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? എനിക്ക് പഠിപ്പിച്ചോ. എന്തിനാണ്? ആരെ വിളിക്കാൻ? നീ പടാ. നിന്റെ പിണക്കം മാറിയാ? ആരോടെ വണക്കം? നീയല്ലേ രാവിലെ പിണങ്ങിരിക്കണ്ടായിരുന്നേ? എനിക്ക് ആരോട് വണക്കമൊന്നും ഉണ്ടായിരുന്നു. അയ്യേ നീയേ രാവിലെ രാവിലത്തെ കാര്യം കഴിഞ്ഞല്ല, ഇനി അത് വിട്ടേക്ക് മതി. എന്റെ പൊന്നോ, ഈ വീട്ടിലെന്തെങ്കിലും കഴിക്കാൻ കിട്ടുവോ? സൂക്ഷിച്ച്. ഞാൻ സഹായിക്കാം. ഇനി പിടിക്കാവോ? അങ്ങനെയല്ലേ മലയാളത്തിൽ പറഞ്ഞത്, പിടിക്കാന്ന്. കൊള്ളാലോ, ഇപ്പൊ സമർത്ഥമാണല്ലോ. എടുക്കാൻ പറ്റേ? എനിക്കത് സംസാരിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, എന്തോ രാവിലെ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. നമ്മളെല്ലാവരും അനാവശ്യമായി വഴക്കിട്ടു. അതിനൊക്കെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നമ്മൾ ഓരോരുത്തരോടും തന്നെ മാപ്പ് ചോദിക്കുന്നു. ലക്കി ഞാനും അവരവരുടെ അഭിപ്രായം പറയുക മാത്രമായിരുന്നു ചെയ്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിനാഷിൻ്റെയും മീനുവിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവരവരുടെ സ്നേഹം തമ്മിലറിഞ്ഞ് പെയ്തൊരു മഴയാണ് രാവിലത്തെ വഴക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാമേ, നിന്നോട് എന്ത് പറയാനാണ്? എല്ലാരും ഹാപ്പി അല്ലേ? കുഴപ്പമില്ല, ഇപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? മേലാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വേണം. അല്ലാതെ ഊള പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ, മനസ്സിലായോ? എല്ലാരും ഹാപ്പി അല്ലേ? എന്നാ കഴിക്കാൻ വാ. അത് ഈ വീടിന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഗംഭീര കട്ട്ലറ്റ്. ഇത് ഇവിടെ തന്നെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഇലയാണ്. ഇത് ചിപ്സ് ഏതോ ഹോട്ടലിൽ ഏതോ ബംഗാളി ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ എല്ലാ സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ ഇന്ന് അടുത്തൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല ഫിൽട്ടർ കോഫി. എൻജോയ്. മീനോട് എന്താണ് പറ്റിയടാ? നീ എന്താണ് ഇവിടെ കൊടുത്തത്? എന്താണ് പറ്റിയത് പറയടാ. അതേപോലത്തെ കട്ട്ലറ്റ് എന്നത് മുഴുവൻ നീ കഴിച്ചോ? ചേട്ടനെ മോശമാണോ? അങ്ങനെയല്ലടാ, ഏറ്റവും ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് പോലെ ഉണ്ടെന്ന്. വേണ്ട, നീയും കഴിച്ചോ, കുഴപ്പമില്ല. കഴിച്ചോ. അതെടുത്തോ, അതും എടുത്തോ.